ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡൽഹിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള സരോജിനി മാർക്കറ്റിലാണ്. സോ വെൽക്കം ടു ദി പാർട്ട് 3 വീഡിയോ ഓഫ് അവർ കാശ്മീർ ട്രിപ്പ്. എണീറ്റപ്പോൾ മുതൽ ചോള ഭട്ടൂര കഴിക്കണം എന്നുള്ള എൻ്റെ ദിക്റ് കാരണം നമ്മൾ ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഒരു ഷോപ്പ് കണ്ടുപിടിച്ചു, സീതാറാം. അപ്പോൾ ഏകദേശം അവിടെ ചെന്നിട്ട് അവിടുത്തെ റഷും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി അത്യാവശ്യം ഫേമസ് ആണ് സാധനം, ടേസ്റ്റ് ഉണ്ടാവുന്നത്. സോ എക്സ്പെക്ടേഷൻ ഒന്നും പൊളിഞ്ഞില്ല, അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് 1 പീസ് ട്രൈ ചെയ്യാൻ. ഇവിടെ പോവുകയാണെങ്കിൽ അവിടെ സ്വീറ്റ്ലെസ്സും ട്രൈ ചെയ്തു, അടിപൊളിയാണ്. വയറ്റിലുള്ള ഇച്ചിരി സ്ഥലം കൂടി ഫില്ല് ചെയ്യാൻ ഈ ഒരു റൊട്ടിയും പനീർ മസാല അടിച്ചു. പോകുന്ന വഴിയിൽ നമ്മൾ ഈ ഒരു ക്യൂട്ടിനെ കണ്ടു, ഹായ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ സരോജിനി മാർക്കറ്റിലേക്ക് പോകാനുള്ള നമ്മളെ ഒരുക്കങ്ങൾ തുടങ്ങി. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ യെല്ലോ ലൈൻ കീപ്പ് ചെയ്തോ, പിങ്ക് ലൈൻ കീപ്പ് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ സത്യം പറഞ്ഞ സരോജിനി മാർക്കറ്റിൽ എത്തിയത്. ഏകദേശം 3 സ്റ്റേഷന് നമ്മൾ മാറി കയറിയിട്ടുണ്ട്. എന്തായാലും കാര്യം നടന്നിട്ടുണ്ട്, നമ്മൾ സരോജിനി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല വില വേശി കുറേ ചീത്തൊക്കെ കേൾക്കാറില്ല. അപ്പോൾ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കട്ട് ഫ്രൂട്ട്സ് മേടിച്ചു നമ്മൾ സരോജിനി മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട്. അപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ഇതിലൊക്കെ കിട്ടുന്നതിൻ്റെ ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി, ഡ്രസ്സസ് ആയിക്കോട്ടെ, കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാശ്മീരിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെർമൽ സ്വെറ്റേഴ്സ്, ജാക്കറ്റ്സ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ വേണ്ടത് മാത്രമുള്ളത് അവിടുന്ന് സോർട്ട് ഔട്ട് ചെയ്ത് മേടിച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞു. ഒരു ഊബർ എടുത്തിട്ട് നിയർ ബൈ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാന്നുള്ള കോരത്തിൽ അത്രയും വിഷമൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ KFC പോയി. പിന്നെ അവിടുത്തെ ക്ലിപ്സ് എന്താ കവർ ചെയ്യാത്ത, അവിടുത്തെ സാധനങ്ങൾ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് പറ്റിയ ഒരു ആംബിയൻസേ അല്ല. ഫോണെങ്ങാനും പുറത്തെടുത്ത് കഴിഞ്ഞാൽ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി, കാരണം അത് ആര് കൊണ്ടുവന്ന് നമുക്ക് തിരിയൂല, അത്രയും തിരക്കിയിരുന്നു. ഈ കാണുന്ന ക്ലിപ്സ് നെക്സ്റ്റ് ഡേയിലാണ്, കാരണം തലേ ദിവസം നമ്മൾ മേടിച്ചതിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ട് കിട്ടാത്ത സാധനങ്ങൾ മേടിച്ചു നമ്മളൊന്ന് ജസ്റ്റ് സരോജിനി മാർക്കറ്റിൽ കയറി ഇറങ്ങി. ഈ ഒരു ദിവസമായിരുന്നു നമുക്ക് ജമ്മുവിലോട്ടുള്ള നമ്മുടെ ബസ്. സോ അതെടുക്കാൻ വേണ്ടി കാശ്മീരി ഗേറ്റിലോട്ട് എത്തണം. സോ അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് നിയർ ബൈ പാർഗഞ്ചുള്ള ഏതൊരു സ്ഥലമാണ്, എനിക്ക് എക്സാക്ട്ലി പേര് ഓർമ്മയില്ല. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇതിനിടയിൽ ജസ്റ്റ് സലൂണിൽ കയറി സന്ദർശിച്ചു ഒന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്ത റൈഡ് ആയിരുന്നത്. ഈ എൻറ്റയർ ട്രിപ്പിൽ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര ഞങ്ങൾക്ക് വേറെ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ജമാ മസ്ജിദിലോട്ട് നമുക്ക് പിന്നെയും പോകേണ്ടി വന്നു, കാരണം അവിടുത്തെ ഒരു ഫേമസ് ഫുഡ് റെസ്റ്റോറൻറ്റ് കവർ ചെയ്യാൻ. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങൾ ഈ വയലൂടെ കൊണ്ടുപോയി. അപ്പുറത്തുനിന്ന് ഓട്ടോ വന്നിട്ട് സ്റ്റെക്ക് ആവുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു കുലിക്കില്ല. സൈക്കിളും കൂട്ടിമുട്ടിയ പോലത്തെ ഒരു ഗൗരവം അവർക്ക് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഈ ഒരു പാകിസ്ഥാനി ചായ കുടിച്ചു, അവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു. ഭയങ്കര എന്താ പറയുക, അടിപൊളി മനുഷ്യൻ. ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടാവും കരീംസ് ഹോട്ടൽ. ഇത് എത്രയോ വർഷം മുന്നേ ഡൽഹിയിലുള്ളതാണെന്നൊക്കെ പറഞ്ഞു കേട്ടെ. വന്ന സ്ഥിതിക്ക് എന്തായാലും ഇനി ഇതായിട്ട് ഓർക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇതും കയറി ഓർഡർ ചെയ്തു. റേറ്റും കാര്യങ്ങളും അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റൊട്ടി, മട്ടൻ അലീം, മട്ടൻ നഹാരി, മട്ടൻ കബാബ്, അതുപോലെ തന്നെ മട്ടൻ ഒരു വേറെ ഐറ്റമാണ് നമ്മൾ ഇവിടുന്ന് കഴിച്ചത്. ബില്ലൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വരുന്ന സമയത്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, എന്തായാലും ഉപകാരപ്പെടും എന്നെങ്കിലും. ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മെട്രോയിൽ നമ്മുടെ ലഗേജസ് ഉണ്ടായിരുന്നു ലോക്കറിൽ. ഇത് ആക്ച്വലി നല്ലോണം ഉപകാരപ്പെട്ടിരുന്നു, കാരണം സെക്കൻഡ് ഡേ നമ്മൾ സരോജിനി നഗർക്ക് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ലഗേജ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. സോ ഈ ഒരു ലോക്കർ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ജസ്റ്റ് 80 rupees ആണ് നമുക്ക് എത്രയോ മണിക്കൂറിനായത്. പിന്നെ നേരെ പോയി ബസ് എടുത്തു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.